കേരളത്തിലെ ഇലക്ഷൻ ക്യാമ്പയിൻസിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ നമ്മളുടെ പാർട്ടികൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കിയാൽ അപ്പം ആദ്യം തന്നെ LDF കേരളം നോക്കിക്കഴിഞ്ഞാൽ അറൌണ്ട് ഒരു 53 ആഡുകളാണ് ലാസ്റ്റ് 7 ഡേയ്സിൽ അവർ റൺ ചെയ്തിട്ടുള്ളത്. അറൌണ്ട് ഒരു 10 ലാഖിൻ്റെ അടുത്ത് എമൗണ്ട് സ്പെൻഡ് വരുന്നുണ്ട്. ഇനി ഓഡിയൻസിൻ്റെ അടുത്ത് നോക്കുമ്പോൾ 18 to 35 ഏജ് കാറ്റഗറിയിലാണ് ആഡ് കൊടുത്തിട്ടുള്ളത്. കസ്റ്റം ഓഡിയൻസിൻ്റെ അടുത്ത് നോക്കുമ്പോൾ അതായത് നിങ്ങളുടെ ഇമെയിൽസും ഡേറ്റാസും കളക്ട് ചെയ്തിട്ട് കസ്റ്റം ഓഡിയൻസിലോട്ടേക്ക് അവർ റീടാർഗറ്റ് ചെയ്തിട്ട് അതും ക്യാമ്പയിൻസ് റൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ അറൌണ്ട് ഒരു 428 ആഡുകൾ റൺ ആവുന്നുണ്ട്. 50 ലക്ഷത്തോളാണ് സ്പെൻഡ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 7 ദിവസത്തിന്റെ കണക്കാണ് കേട്ടോ. അതുപോലെ BJP കേരളത്തിൽ മുടക്കിയത് ഏകദേശം 1 കോടി രൂപയുടെ അടുത്താണ്. കഴിഞ്ഞ 90 ദിവസത്തിൽ 1143 ആഡ്സും റൺ ചെയ്തു. ഏകദേശം 2 കോടിയുടെ അടുത്ത് ഇലക്ഷൻ ക്യാമ്പയിൻസിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ മാത്രം സ്പെൻഡ് ചെയ്യാനായിട്ട് അവർ തയ്യാറാണെങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് എത്രത്തോളം വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും. അപ്പം ഈ ഒരു സ്കില്ല് എല്ലാ മേഖലകളിലും ഇപ്പം കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്കില്ലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു സ്കില്ല് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മളായിട്ടൊന്ന് കണക്ട് ചെയ്തു.